ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ പറ്റിക്കുന്നത് ആരാണ്? സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ പേരിൽ പല കുപ്രചരണങ്ങൾ ആരോപിക്കുന്നവർ ജനം ടി വിയിലെ കഴിഞ്ഞ ദിവസത്തെ ഈ ചർച്ചയിൽ RSSകാരനായിട്ടുള്ള വ്യക്തി പറഞ്ഞ വാചകം നിങ്ങൾ കേൾക്കണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ജനം ടി വി എന്തായാലും ഇടതുപക്ഷത്തെ കൊണ്ടുവന്ന് അഭിപ്രായം പറയാൻ അനുവദിക്കില്ലല്ലോ. RSSന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അഭിപ്രായം എന്താണെന്നും ശബരിമലയുടെ പേരിൽ എങ്ങനെയാണ് വിശ്വാസികളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ പേരിൽ മുതലെടുക്കുന്നതെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് അനിൽകുമാർ VP അഥവാ ഇന്നത്തെ അനിൽ നമ്പ്യാരുടെ നേതൃത്വത്തിൽ RSSകാർ വളഞ്ഞിരുന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങളൊന്ന് കേൾക്കൂ. ഇപ്പോ എനിക്ക് ഇതിന്റെ അകത്ത് പവിത്രതയെ കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചും പറയുമ്പോ ഞാനൊരു RSSകാരനാണ്. എനിക്കതിൽ സംഘം എടുത്ത നിലപാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഞാൻ പറയാം. സംഘം പറഞ്ഞിരിക്കുന്നത് ശനി മന്ദിർ ഇതിനോടനുബന്ധിച്ചുള്ള അഖില ഭാരതീയ കാര്യകാരി ജയ്പൂരിൽ ചേർന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് പുരുഷന് പ്രവേശനമുള്ള എല്ലാ അമ്പലങ്ങളിലും സ്ത്രീകൾക്കും പ്രവേശനം ഉണ്ടാകണം. അതിന് ഭയ്യാജി ഉപയോഗിച്ചിരുന്ന വാക്ക് വൈജ്ഞാനിക് ദൃഷ്ടീസേ എന്നാണ്. സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അവിടെ പുരുഷന് കയറാവുന്നിടത്തെല്ലാം സ്ത്രീകൾക്കും കയറണം എന്ന് വെച്ചാൽ സയന്റിഫിക് ആയിട്ട് സ്ത്രീകൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കയറേണ്ടതിൽ നിന്ന് എന്തെങ്കിലും കാര്യം നോക്കാം. അല്ലാതെയുള്ള ആചാരങ്ങളെല്ലാം അതിന് ഡിബേറ്റും ഡിസ്കഷനും നടത്തി മാറ്റം ഉണ്ടാകണം കോടതി ഇതിലൂടെ എന്ന് സംഘം പറഞ്ഞിട്ടില്ല. സംഘം എന്തുകൊണ്ട് ഇങ്ങനെ ഈ പറയുന്ന സ്ത്രീകളെയും കൂടെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് പണ്ട് തൊട്ടേ അനുനയിച്ചു വരുന്ന പല പ്രമേയങ്ങളെ അടിസ്ഥാനത്തിലാക്കിയിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന കുറെ പാർട്ടികളുണ്ട്. ഈ നാടിങ്ങനെ പുരോഗമിക്കുന്നതിന് കൂടെ ഇപ്പോ ഒരു വീട്ടിലെ കാര്യമാണെന്ന് ആലോചിക്കുക. ഒരു അണുകുടുംബങ്ങളാണ് ഇപ്പൊ എല്ലാം വരുന്നത്. അതിനകത്ത് ഭാര്യയും ഭർത്താവും മാത്രമുള്ള വീടാണെന്ന് സങ്കല്പിക്കുക. ഈ ഭർത്താവിന് ഭാര്യയെ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അദ്ദേഹം കൂടെ പോകുന്നില്ല. ഈ ഭാര്യ 55 വയസ്സാകും വരെ കാത്തിരിക്കണമെന്ന് പറയുന്നു. അതിന് ഈ പഴയ കാലത്തെ അവസ്ഥയല്ല ഇപ്പൊ അവിടെ ഉള്ളത്. പണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ കയറുന്ന മെൻസ്ട്രേഷൻ പീരീഡ് ഇതിന്റെ അകത്തെ ഒരു മെയിൻ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആചാരത്തെ സംബന്ധിച്ച് പണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിമച്ചുറായിട്ട് ഈ മെൻസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ വ്രതം അവിടെ വെച്ച് മുടങ്ങുന്നു, അല്ലെങ്കിൽ അവരുടെ പോകാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. 10 20 ആയിട്ടുള്ള സംഘങ്ങളാണ് ഈ ഘോരവനത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ അകത്ത് 3 പേര് മാത്രം ഒറ്റയ്ക്ക് മാറി നിൽക്കുക എന്നുള്ളത് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സ്ത്രീകൾ പോകണ്ടെന്ന് വെക്കുന്നു. സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് തിരുവിതാംകൂർ മഹാരാജ്ഞി അവിടെ സന്ദർശിച്ചത്. കാരണം അവരുടെ ഒപ്പം അവര് പല്ലക്കിലായിരിക്കും പോയിട്ടുണ്ടാവുക, അവരുടെ കൂടെ ഭടന്മാരെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി കാണില്ല. ഇപ്പോഴും പ്രശ്നം മണ്ഡലകാലത്ത് സ്ത്രീകളെ കയറ്റണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എനിക്കും തോന്നിയിട്ടുള്ളത് ഈ എല്ലാ മാസവും 1-ാം തീയതി അവിടെ പണ്ട് സ്ത്രീകൾ വന്നിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് സ്വർഗീയനായ നിർമ്മലാനന്ദഗിരി മഹാരാജിന്റെ പൂർവാശ്രമത്തിലെ പേരിടൽ ചടങ്ങ് നടന്നത് ശബരിമലയിൽ വെച്ചിട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ യുവതികളായ സ്ത്രീകളും അവിടെ വന്നിരുന്നു. 1-ാം തീയതി മലയാള മാസം 1-ാം തീയതിയോടനുബന്ധിച്ചുള്ള ദർശനത്തിന് അവിടെ പോകേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഡിവൈഡ് എന്താണെന്ന് വെച്ചാൽ വ്രതമെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് പറഞ്ഞാണ് ഈ സ്ത്രീകളെ നമ്മൾ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാത്തത്. രമേശ് ചെന്നിത്തലയെയും KT ജലീലിനെയും പോലെയുള്ള ആളുകൾ ഒരു വ്രതവും എടുക്കാതെ അവിടെ ഈസി ആയിട്ട് കയറി ചെല്ലുകയും പരമഭക്തകളായ അയ്യപ്പ സ്ത്രീകള് ഈ ഒരൊറ്റ കാരണം ഉള്ളത് കൊണ്ട് മാത്രം പോകാതിരിക്കുകയും ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. വ്രതം അനുഷ്ഠിക്കാൻ പറ്റാത്തതാണ് പ്രശ്നമെങ്കിൽ ഒരുപാട് അയ്യപ്പ സ്ത്രീകളെ നിങ്ങൾ മാറ്റി നിർത്തുന്നത്, ഇങ്ങനെ അയ്യപ്പ ഭക്തരായ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത്, രമേശ് ചെന്നിത്തലയെയും KT ജലീലിനെയും പോലെയുള്ളവർ പോകുന്ന സമയത്ത് ഇവരെ മാറ്റി നിർത്തുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതിൽ വിവേചനം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അത് നമുക്കെല്ലാം സംവാദത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹരിച്ച് ഈ അയ്യപ്പ ഭക്തകളായ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കണം. ഒരു സ്ത്രീ അയ്യപ്പ ഭക്തയായ ഒരു സ്ത്രീ പോലും അതിനെ ആഗ്രഹിക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം എല്ലാ കൊല്ലവും നമ്മൾ ന്യൂസ് വായിക്കാറുണ്ട്, യുവതി പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറവേ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആന്ധ്രയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് സ്ത്രീകൾ അയ്യപ്പനെ ഒന്ന് തൊഴാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും കൂടി ഈ ദർശന സൗഭാഗ്യത്തിനായിട്ട് നമുക്ക് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചു പോകുവാനുള്ള സൗഭാഗ്യം ഉണ്ടാകണം. കേട്ടല്ലോ, സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ് RSSന്റെ നിലപാട്. ഈ RSSകാരല്ലേ സുപ്രീം കോടതിയിൽ ശബരിമല പ്രവേശനം വേണമെന്നുള്ള നിലയ്ക്ക് യങ് ഇന്ത്യ സ്ത്രീ കൂട്ടായ്മ, അതും സംഘപരിവാറുകാർ ഹർജി കൊടുത്തു. അതിൽ സുപ്രീം കോടതി തീരുമാനമെടുത്തു. ഇവിടെ ഏതെങ്കിലും CPM പ്രവർത്തകനോ ഇടതുപക്ഷക്കാരനോ ശബരിമലയിൽ സ്ത്രീയെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഹർജി കൊടുത്തത് RSS. അവിടെ സ്ത്രീകളെ കയറ്റണമെന്ന് പറയുന്നതും RSS. അതുകൊണ്ട് വിശ്വാസ കച്ചവടം നടത്തുന്നതും RSSും BJPയും. എന്നിട്ട് പുറത്തിറങ്ങി ജനങ്ങളോട് പറയുകയാണ് CPM വിശ്വാസം നശിപ്പിക്കാൻ നടക്കുന്നു അത്രേ. നിങ്ങൾ ഇത്തരം കാപട്യങ്ങൾ തിരിച്ചറിയണം. ഈ നാട്ടിൽ മതവും വിശ്വാസവും പറഞ്ഞ് ജനങ്ങളെ തമ്മിത്തല്ലിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നവർ
ഇപ്പോ ശബരിമലയുടെ പേരിൽ പ്രത്യേക സംഗമമൊക്കെ നടത്തുന്നവർ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കാര്യം ശബരിമലയെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പന്തളം കൊട്ടാരത്തിന്റെ പേരിലൊക്കെ ഇവിടെ ആചാര സംരക്ഷണം, അതിന്റെ പേരിൽ BJPക്കും പരിവാർ സംഘടനകൾക്കും കളമൊരുക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് ഒളിച്ചു കടത്തിയ പലതും തകർന്ന് നാമാവശേഷമായി. അതിനെ തുടർന്നാണ് ഇപ്പോ പന്തളം രാജകൊട്ടാരത്തിന്റെ അടുത്ത് ഇന്നിപ്പോ പ്രത്യേക ആചാര സംഗമം നടത്തുന്നത്. ആ ആചാര സംഗമക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ആചാര സംഗമക്കാർ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണെന്നും ഈ നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനുശേഷം പുറത്തിറങ്ങിയിട്ട് അയ്യോ CPM ഇടതുപക്ഷവും അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നടക്കുന്നു എന്നാണ് ആരോപണം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇവർ കേസിന് പോയി നേടിയെടുത്ത വിധി ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ ശ്രമിച്ചു എന്നതിനപ്പുറം ശബരിമലയിൽ സ്ത്രീ കയറണമെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നിലപാടോ, അതിനുവേണ്ടി ഇടതുപക്ഷം ഒരിടത്തും ഒരു കേസുമായിട്ട് പോലും പോയിട്ടില്ല. കേസിന് പോയി ആ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ഇന്നിപ്പോ രക്ഷക പരിവേഷം കെട്ടുന്ന ഇവർ എത്ര കാപട്യമാണെന്ന് തിരിച്ചറിയാനാണ് അനിൽ നമ്പ്യാർ എന്ന മറ്റൊരു കപടന്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ചർച്ച നിങ്ങളെ ഈ സന്ദർഭത്തിൽ കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് പന്തളത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആചാര സംരക്ഷണമല്ല, ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഏറ്റവും വർഗീയവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കൂട്ടായ്മ മാത്രമാണ്. അതിന്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ്, കച്ചവടമാണ്. വിശ്വാസ കച്ചവടത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനും സവർണന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം അതിന്റെ മറവിലൂടെ തിരികെ പിടിക്കാനുള്ള തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞോളൂ.